ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്ത് ചെയ്യും? അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ, ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോകും. അവർ കന്ന കാളയെന്ന് മറ്റും നിലവിളിച്ച് ജപമാല ചൊല്ലി കൃപാസനം കാശുരൂപമൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ സാറാണ് എന്നെ ജയിപ്പിച്ചെന്ന് പറയും. ആര്? ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ ആണ് പറയും. പിന്നെ മാതാപിതാക്കന്മാരെ പറയും. മൂന്നാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയുന്നത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈലൈറ്റ് ആകണം. എന്നാ ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും. ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ്. നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല, ദൈവത്തിന് നിങ്ങൾ കൊടുക്കണ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ട്രഫറി, ആദ്യം ഗൈഡ്, ആദ്യം കോച്ച്, പിന്നെ മാതാപിതാക്കന്മാർ, പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വേസ്റ്റാണ് ദൈവത്തിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വാമിണ്ടായിരിക്കണം നല്ലത്. വായു വല്ല ക്ലിപ്പിട്ടിരിക്കുന്ന നല്ലത്. മിണ്ടണ്ട, വെറുതെ ദൈവത്തിൻ്റെ കാര്യം മൂന്നാമത് പറഞ്ഞ് പണി മേടിക്കേണ്ട ആവശ്യമുണ്ട്. നിൻ്റെ വേസ്റ്റ് അടിക്കാതിരിക്കണം ദൈവം. അപ്പം മിണ്ടത് നീ. അപ്പം എന്താ, അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റായിട്ട് പറഞ്ഞേക്കണം, അല്ലെ പറയാൻ നിൽക്കരുത്. കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത്. പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ കാര്യം പറയണത്?